ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യൂസിനെ കുറിച്ചിട്ടാണ്. ആദ്യം എന്താണ് വ്യൂസ് നോക്കാം. വ്യൂ എന്ന് പറയുന്ന ഒരു വെർച്വൽ ടേബിളാണ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട് സെറ്റ് ഓഫ് ആൻ SQL സ്റ്റേറ്റ്മെൻറ്റ്. SQL സ്റ്റേറ്റ്മെൻറ്റ് റിസൾട്ട് സെറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെർച്വൽ ടേബിളാണ് വ്യൂ എന്ന് പറയുന്നത്. വ്യൂവിനകത്ത് റോ ഉണ്ടായിരിക്കും, കോളം ഉണ്ടായിരിക്കും, അതായത് ഒരു റിയൽ ടേബിളിനെ പോലെ തന്നെ ഇരിക്കും വ്യൂവും. വ്യൂവിനകത്ത് വരുന്ന ഫീൽഡുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ടേബിൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടേബിൾസ് എന്നുള്ള റിസൾട്ടുകൾ ഉണ്ടാവാം. സോ വ്യൂ എന്ന് പറയുന്നത് നത്തിങ് മോർ ദാൻ ആൻ SQL സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എ ഡാറ്റാബേസ് വിത്ത് ആൻ അസോസിയേറ്റഡ് നെയിം. എ വ്യൂ ഈസ് ആക്ച്വലി എ കോമ്പോസിഷൻ ഓഫ് എ ടേബിൾ ഇൻ ദ ഫോം ഓഫ് പ്രീഡിഫൈൻഡ് SQL query. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഒരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള SQL queryയുടെ റിസൾട്ട് തന്നെയാണ് നമ്മൾ വ്യൂ എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ മറ്റൊരു ടേബിളായിട്ട് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻസ് എല്ലാം വരും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു വെർച്വൽ ടേബിളായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. വ്യൂ എന്ന് പറയുന്നത് ഒരു വെർച്വൽ ടേബിളാണ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട് സെറ്റ് ഓഫ് ആൻ SQL സ്റ്റേറ്റ്മെൻറ്റ്. എ വ്യൂ കണ്ടെയ്ൻ ഓൾ റോസ് ഓഫ് എ ടേബിൾ ഓർ സെലക്റ്റഡ് റോസ് ഫ്രം എ ടേബിൾ. ഒരു വ്യൂവിനകത്ത് നമുക്ക് ഒന്നുകിൽ ആ ടേബിളിലെ എല്ലാ റോസും വരാം, അല്ലെങ്കിൽ നമുക്കൊരു സെറ്റ് ഓഫ് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് റോസ് വരാം. എ വ്യൂ ക്യാൻ ബി ക്രിയേറ്റഡ് ഫ്രം വൺ ഓർ മെനി ടേബിൾ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ റിട്ടേൺ SQL query ടു ക്രിയേറ്റ് എ വ്യൂ. അതായത് നമുക്കൊരു വ്യൂവിനകത്ത് ഒന്നുകിൽ ഒരു ടേബിളിലുള്ള കോളംസ് വരാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടേബിൾസിൽ നിന്നുള്ള കോളം വരാം. അത് നമ്മുടെ ക്വറീനെ ബേസ് ചെയ്തിരിക്കും. ഇനി നമുക്ക് ഒരു വ്യൂ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുള്ള സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ക്രിയേറ്റ് വ്യൂ, വ്യൂവിനൊരു പേര് കൊടുക്കുക. അത് കഴിഞ്ഞ് ആസ്, സെലക്ട്, നമുക്ക് വേണ്ട കോളംസ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രം, ടേബിളിൻ്റെ പേര്, അത് ഒരു ടേബിളാവാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടേബിളാവാം. അത് കഴിഞ്ഞിട്ട് ഏത് കണ്ടീഷൻ്റെ ബേസിലാണെന്നുള്ളതിന് വേർ കണ്ടീഷൻ കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. വ്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞൊരു വെർച്വൽ ടേബിളാണെന്ന് പറഞ്ഞു. അതായത് നമുക്കിപ്പം ഇതിന് പകരം ഇവിടെ ക്രിയേറ്റ് വ്യൂവിന് പകരം നമ്മളൊരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അതായത് ഒരു എക്സിസ്റ്റിംഗ് ടേബിളിൽ നിന്ന് നമ്മളൊരു സെറ്റ് ഓഫ് കണ്ടീഷൻസിൻ്റെ ബേസിൽ കുറച്ച് കോളംസ് എല്ലാം സെലക്ട് ചെയ്ത് പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിളിലായിട്ട് ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കിടക്കും. അതായത് ഒരു ടേബിളിൽ ഫുള്ളായിട്ടുള്ള ഡാറ്റ ഉണ്ടായിരിക്കും, അതിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്ന നമ്മുടെ പുതിയ കുഞ്ഞ് ടേബിളിനകത്ത് നമുക്ക് അതേ ഡാറ്റ തന്നെ കിടക്കും. അപ്പം നമ്മളിപ്പോൾ ശരിക്കുള്ള ഒറിജിനൽ ടേബിളിൽ നിന്ന് ഒരു റോ ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പം നമ്മുടെ ഈ പുതിയ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ടേബിളിൽ നിന്ന് ചിലപ്പോൾ അത് ഡിലീറ്റ് ആവില്ല. സെപ്പറേറ്റ് ഡിലീറ്റ് ചെയ്യേണ്ട ഡിലീറ്റ് ആവില്ലല്ലോ. സോ ആ സമയത്ത് രണ്ടിലും പല ഡാറ്റ എല്ലാം ആയിട്ട് കിടന്നിട്ട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു വ്യൂ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ക്വറി ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടേബിളായിട്ടാകുമ്പോൾ അത് സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വ്യൂ എന്ന് പറയുമ്പം ഡൈനാമിക് ക്രിയേഷനാണ് വരുന്നത്. അതായത് ഓരോ സമയവും ആ ക്വറി എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒറിജിനൽ ടേബിളിൽ നിന്ന് അപ്പം ആ ഒരു റോ റിമൂവ് ചെയ്തു എന്നിരിക്കാം. പിന്നീട് വീണ്ടും ഈ വ്യൂവിനുള്ള ക്വറി നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കുന്ന സമയത്ത് അത് ഡൈനാമിക്കലി എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒറിജിനൽ ടേബിളിൽ നിന്ന് ആ റോ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വ്യൂന്നും ആ ഡാറ്റ റിമൂവ് ആവും. അതാണ് വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ഒറിജിനൽ കസ്റ്റമർ ടേബിൾ. ഇതിനകത്ത് ID ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, അഡ്രസ്സ് ഉണ്ട്, സാലറി ഉണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മളൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മുടെ വ്യൂവിൻ്റെ പേര് കസ്റ്റമർ വ്യൂ എന്നാണ്. ക്രിയേറ്റ് വ്യൂ, കസ്റ്റമർ വ്യൂ, ആസ്, സെലക്ട്, നെയിം, ഏജ്, ഫ്രം കസ്റ്റമേഴ്സ്. നമ്മൾ കസ്റ്റമർ ടേബിളിൽ നിന്നാണ് കസ്റ്റമർ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തേക്കണത് രണ്ട് കോളാണ്, നെയിമും ഏജും. ഇനി നമുക്ക് സാധാരണ ടേബിൾ ക്വറി ചെയ്യുന്ന പോലെ തന്നെ ക്വറി ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ വ്യൂ. നമ്മുടെ ഒറിജിനൽ ടേബിളിനകത്ത് ID, നെയിം, ഏജ്, അഡ്രസ്സ്, വ്യൂ ഇത്രയും എണ്ണം ഉണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ ഈ റിസൾട്ടിനകത്ത് നമുക്ക് ഉണ്ടായിരിക്കുക നെയിമും ഏജും.
നെയിമും ഏജും മാത്രമായിരിക്കും ഇതിൻ്റെ റിസൾട്ടിങ്ങിൽ ഉണ്ടായിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വിത്ത് ചെക്ക് ഓപ്ഷനാണ്. അതായത് വ്യൂവിനകത്തുള്ള ഒരു ഓപ്ഷനാണ് വിത്ത് ചെക്ക് ഓപ്ഷൻ. ആ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കണ്ടീഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻഷുർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ദ വിത്ത് ചെക്ക് ഓപ്ഷൻ ഈസ് എ ക്രിയേറ്റ് വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ. അതായത് വിത്ത് ചെക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് വ്യൂ സ്റ്റേറ്റ്മെൻറ്റിലുള്ളൊരു ഓപ്ഷനാണ്. ദ പർപ്പസ് ഓഫ് ദ വിത്ത് ചെക്ക് ഓപ്ഷൻ ഈസ് ടു എൻഷുർ ദാറ്റ് ഓൾ അപ്ഡേറ്റ് ആൻഡ് ഇൻസേർട്ട് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഇൻ ദ വ്യൂ ഡെഫിനിഷൻ. വ്യൂ ഡെഫിനിഷനിൽ കൊടുത്തേക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് ഉറപ്പുവരുത്താനുള്ളൊരു ഓപ്ഷനാണ് വിത്ത് ചെക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഏതെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതൊരു എറർ റിട്ടേൺ ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കാം. ക്രിയേറ്റ് വ്യൂ കസ്റ്റമർ. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കസ്റ്റമർ വ്യൂവിന് എൻ്റെ എക്സാമ്പിളിനെ കാണിക്കുന്നത്. ക്രിയേറ്റ് വ്യൂ കസ്റ്റമർ വ്യൂ ആസ് നമുക്ക് 2 കോളാണുള്ളത്, നെയിമും ഏജും. അത് നമ്മൾ എടുക്കുന്നത് കസ്റ്റമർ ടേബിളിൽ നിന്നാണ്. ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏജ് നോട്ട് നള്ളായിരിക്കണം. അതായത് ഏജ് എപ്പോഴെങ്കിലും നള്ളായിട്ട് വരികയാണെങ്കിൽ ഇതിനകത്തൊരു എറർ റിട്ടേൺ ചെയ്യും. വിത്ത് ചെക്ക് ഓപ്ഷൻ ലാസ്റ്റ് നമ്മൾ വേറെ കണ്ടീഷൻ കഴിഞ്ഞ അടുത്തായിട്ട് നമ്മൾ വിത്ത് ചെക്ക് ഓപ്ഷൻ കൊടുത്തു. The with check option in this case should deny the entry of any null value in the view's age column because the view is defined by data that does not have a null value in the age column. നമ്മൾ ഏജിൻ്റെ അവിടെ നോട്ട് നൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ വിത്ത് ചെക്ക് ഓപ്ഷനുള്ള കാരണം അതിനകത്ത് നൾ വാല്യൂ വന്നാൽ ഇത് ഒരു എറർ റിട്ടേൺ ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന അപ്ഡേറ്റിൻ്റെ ഓപ്ഷനാണ്. അപ്ഡേറ്റ് കസ്റ്റമർ വ്യൂ സെറ്റ് ഏജ് ഈക്വൽ ടു 35 വേർ നമ്മൾ നെയിം എന്ന് പറഞ്ഞത് രമേശ് കൊടുത്തു. അതായത് നെയിം രമേശ്, ആളുടെ പഴയ ഏജ് എന്തായിരുന്നു? ആളുടെ പഴയ ഏജ് എന്ന് പറഞ്ഞാൽ 32 ആയിരുന്നു. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ഓപ്ഷൻ വെച്ചിട്ട് 35 കൊടുത്തു. അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് വ്യൂവിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നെയിമും ഏജും മാത്രമായിരുന്നു. അപ്പം ഇവിടെ റിസൾട്ടിങ് വ്യൂവിനകത്ത് നമുക്ക് നെയിമും ഏജും വരും. ഇതിനകത്ത് രമേശിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 35 ആവും. പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ബേസ് ടേബിൾ, അതായത് കസ്റ്റമർ ടേബിളും അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കസ്റ്റമർ ടേബിൾ റിസൾട്ട് ചെയ്താലും നമുക്ക് അപ്പോൾ അതിനകത്ത് ID ഉണ്ടാവും, നെയിം ഉണ്ടാവും, ഏജ് ഉണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും, സാലറി ഉണ്ടാവും. ഇത്രയാണ് അതിൻ്റെ ബേസ് ടേബിൾ വരുന്നത്. അത് നമ്മൾ ക്വറി ചെയ്താൽ നമുക്ക് രമേശിൻ്റെ ഏജ് 35 വരും. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം കസ്റ്റമർ വ്യൂ നമ്മൾ റിസൾട്ട് ക്വറി ചെയ്താൽ നമുക്ക് രമേശിൻ്റെ ഏജ് 35 വരും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇപ്പോൾ അപ്ഡേറ്റ് കണ്ടു. അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ ടു ഡിലീറ്റ് എ റെക്കോർഡ് ഹാവിങ് ഏജ് ഈക്വൽ ടു 22. അതായത് നമുക്ക് അപ്പം നമ്മുടെ ടേബിൾ നോക്കാം. നമുക്ക് ടേബിളിൽ 22 അല്ല കോമൾ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനുള്ള കമാൻഡ് നമ്മൾ കൊടുത്ത് ഡിലീറ്റ് ഫ്രം കസ്റ്റമർ വ്യൂ വേർ ഏജ് ഈക്വൽ ടു 22. അങ്ങനെയാണ് നമ്മൾ ക്വറി കൊടുക്കുന്നത്. സോ ഈ ക്വറി എന്ത് ചെയ്യും? ഇത് ക്വറി അൾട്ടിമേറ്റ്ലി ആ റോ 22 ഏജ് ഉള്ള ആളുടെ റോ, അതായത് കോമളുടെ റോ ബേസ് ടേബിൾ കസ്റ്റമറിനും ഡിലീറ്റ് ചെയ്യും. അതെന്ത് ചെയ്യും? നമ്മുടെ വ്യൂവിലും റിസൾട്ട് ചെയ്യും. സോ നമ്മൾ ബേസ് ടേബിൾ നമ്മൾ റിസൾട്ട് ചെയ്താൽ നമുക്ക് ആ 22 ഏജ് ഉള്ള ആളെ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് നെയിമും ഏജും ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ റിസൾട്ട് ചെയ്താലും ആ 22 ഉള്ള ആൾ, അതായത് കോമൾ ഉണ്ടായിരിക്കില്ല. ഇനി അടുത്ത് ഡ്രോപ്പിംഗ് വ്യൂ ആണ്. ഡ്രോപ്പിംഗ് വ്യൂവിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് വ്യൂവിൻ്റെ പേര് കൊടുക്കുക. നമ്മളുടെ വ്യൂവിൻ്റെ പേര് കസ്റ്റമർ വ്യൂ ആയിരുന്നു. സോ ഡ്രോപ്പ് വ്യൂ കസ്റ്റമർ വ്യൂ, അത് ആ വ്യൂ ഡ്രോപ്പ് ചെയ്യും. അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PL-SQL ആണ്. PL-SQL എന്ന് പറയുന്നത് പ്രൊസീജിയറൽ ലാംഗ്വേജ് എക്സ്റ്റൻഷൻ ഓഫ് SQL.
അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഒറാക്കിൾ കോർപ്പറേഷനാണ് 1980s. SQLൻ്റെ ക്യാപ്പബിലിറ്റീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PL-SQL ഇൻട്രൊഡ്യൂസ് ചെയ്തത്. PL-SQL എന്നാണ് പ്രൊസീജിയറൽ ലാംഗ്വേജ് എക്സ്റ്റൻഷൻ ഓഫ് SQL. അതായത് ഒറിജിനൽ SQLൻ്റെ കൂടെ പ്രൊസീജിയറൽ ലാംഗ്വേജിൻ്റെ ക്യാപ്പബിലിറ്റീസൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് PL-SQL എന്ന് പറയുന്നത്. PL-SQL സ്റ്റാൻഡ്സ് ഫോർ പ്രൊസീജിയറൽ ലാംഗ്വേജ് എക്സ്റ്റൻഷൻ ഓഫ് SQL. It was developed by Oracle Corporation in the late 1980s to enhance the capabilities of SQL. PL-SQL എന്ന് പറയുന്നത് ബ്ലോക്ക് സ്ട്രക്ചേർഡ് ലാംഗ്വേജ് ആണ് ദാറ്റ് എനേബിൾസ് ഡെവലപ്പേഴ്സ് ടു കമ്പൈൻ ദ പവർ ഓഫ് SQL വിത്ത് പ്രൊസീജിയറൽ statements. All the statements of a block are passed to the Oracle engine all at one, which increases processing speed and decrease the traffic. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ SQLിലാണെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യുക സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ്. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ PL-SQL എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഒന്നിച്ചാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. SQL ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് എക്സിക്യൂട്ട് ചെയ്യും. PL-SQL ഒരു ബ്ലോക്ക് അപ്പാടെ എടുത്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നോർമൽ SQLും PL-SQLും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് കൺട്രോൾ സ്ട്രക്ചേഴ്സ്, അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പ്, ഇതെല്ലാം എക്സ്ട്രാ നമുക്ക് PL-SQLിലുണ്ട്. SQL നമുക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. PL-SQL നമുക്ക് ലൂപ്സ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അതുപോലെ നമ്മൾ അതിനകത്ത് നമുക്ക് റീയൂസബിൾ പ്രോഗ്രാം യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് അതിങ്ങനെ കോൾ ചെയ്താൽ മതി. നമ്മുടെ സാധാരണ സിക്കകത്തൊക്കെ നമ്മൾ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്ന പോലെ നമുക്കിതിനകത്ത് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. സോ നമുക്ക് അതിനെ വീണ്ടും ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് വേണ്ട സമയത്തെല്ലാം കോൾ ചെയ്ത് ഉപയോഗിക്കാനെല്ലാം പറ്റും. ഇങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം PL-SQL പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Disadvantages of SQL. SQL does not provide the programmers with a technique of condition checking, looping and branching. നമുക്ക് ഒറിജിനൽ SQLിനകത്ത് കണ്ടീഷൻ ചെക്കിങ്, ലൂപ്പിങ്, ബ്രാഞ്ചിങ് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. PL-SQLിൽ നമുക്ക് ഇതെല്ലാം കിട്ടും. SQL statements are passed to Oracle engine one at a time, which increases traffic and decreases speed. നമുക്ക് SQLിൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. PL-SQL എന്ന് പറയുമ്പോൾ അതൊന്നിച്ചൊരു ബ്ലോക്കായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓരോന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ട്രാഫിക് ഇൻക്രീസ് ചെയ്യും, സ്പീഡ് കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. SQL ഹാസ് നോ ഫെസിലിറ്റി ഓഫ് എറർ ചെക്കിംഗ് ഡ്യൂറിങ് മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ. എറർ ചെക്കിങ്ങിനുള്ള ഒരു ഫെസിലിറ്റി SQLിലില്ല. PL-SQLിൽ നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് PL-SQL. PL-SQL is basically a procedural language which provides the functionality of decision making, iteration and many more features of procedural programming languages. അതായത് നമ്മൾ SQLിനകത്തോട്ട് പ്രൊസീജിയറൽ പ്രോഗ്രാമിങ്ങിൻ്റെ പല ഫീച്ചേഴ്സായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, ഐട്രേഷൻ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ SQLിനെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കുകയാണ് PL-SQL ചെയ്യുന്നത്. PL-SQL is basically a procedural language which provide the functionality of decision making, iteration and many more features of procedural programming language. PL-SQL can execute a number of queries in one block using single command. PL-SQLിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. One can create PL-SQL units such as procedures, function, packages, triggers and types which are stored in the database for reuse by application. ഇതിനകത്ത് നമുക്ക് നമ്മുടെ സിയിലൊക്കെ ഉള്ള പോലെ ഫങ്ഷൻസ് ഉണ്ടായിരിക്കില്ല. നമ്മൾ പിന്നെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഫങ്ഷനായി ഡിഫൈൻ ചെയ്തിട്ട് കോൾ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഈ സ്റ്റോർഡ് പ്രൊസീജിയറിലൊക്കെ വരുന്നത്. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് കോൾ ചെയ്താൽ മതി. അങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം PL-SQLിലുണ്ട്.
PL-SQL provide a feature to handle exception which occurs in PL-SQL block known as exception handling block. PL-SQL നമുക്ക് exception handling എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലോക്ക് ഉണ്ട്. PL-SQL 3 ബ്ലോക്സ് ആണുള്ളത്: ഡിക്ലറേഷൻ സെക്ഷൻ, എക്സിക്യൂഷൻ സെക്ഷൻ, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സെക്ഷൻ. ഇതിനകത്ത് എക്സിക്യൂഷൻ സെക്ഷൻ മാത്രമാണ് മാൻഡേറ്ററി, ഡിക്ലറേഷൻ സെക്ഷനും എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സെക്ഷനും ഓപ്ഷണലാണ്. Application written in PL-SQL are portable to computer hardware or operating system where Oracle is operational. PL-SQL offers extensive error checking. ഇനി അടുത്ത സ്ട്രക്ചർ ഓഫ് PL-SQL ബ്ലോക്കാണ് പറയുന്നത്. PL-SQL extends SQL by adding constructors found in procedural languages, resulting in a structural language that is more powerful than SQL. The basic unit in PL-SQL is a block. All PL-SQL programs are made up of blocks which can be nested within each other. PL-SQL എന്താണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ബ്ലോക്കാണ്. PL-SQL എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SQLൻ്റെ കൂടെ പ്രൊസീജറൽ ലാംഗ്വേജസിൻ്റെ ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതിനാണ് PL-SQL എന്ന് പറയുന്നത്. ഇതിനകത്ത് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്ന ബ്ലോക്കാണ്. പിന്നെന്ന് പറഞ്ഞാൽ PL-SQL സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി ഫോളോഡ് ബൈ എ സെമിക്കോളൻ ഉണ്ടായിരിക്കും. PL-SQL ബ്ലോക്സ് നെസ്റ്റഡ് ആണ്. അതിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചേക്കുന്നത്. ഒരു ഡിക്ലറേഷൻ സെക്ഷൻ ഉണ്ടാവും, പിന്നെ ബിഗിൻ, എക്സെപ്ഷൻ, എൻഡ്. ഇതിനകത്ത് ഡിക്ലറേഷൻ സെക്ഷൻ ബിഗിനകത്ത് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. എക്സെപ്ഷൻ ആണത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ എൻഡ്. ഇതിനകത്ത് ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡിക്ലറേഷൻ സെക്ഷനാണ്. ഡിക്ലറേഷൻ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ സെക്ഷനാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിക്ലെയർ കീവേഡ് വെച്ചിട്ടാണ്. അത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വേരിയബിൾ, കോൺസ്റ്റൻറ്റ്, റെക്കോർഡ്, കഴ്സേഴ്സ് ഇതെല്ലാം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിക്ലറേഷൻ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് എക്സിക്യൂഷൻ സെക്ഷനാണ്. എക്സിക്യൂഷൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗിൻ കീവേഡ് വെച്ചിട്ടും അവസാനിക്കുന്നത് എൻഡ് കീവേഡ് വെച്ചിട്ടും. നമ്മളിവിടെ കണ്ടു ഡിക്ലെയർ, പിന്നെ ബിഗിൻ, എൻഡ്. അതിനകത്ത് അവിടെ ആ സെക്ഷനാണ് എക്സിക്യൂഷൻ സെക്ഷൻ. അതിനകത്ത് തന്നെയാണ് എക്സെപ്ഷനും വരുന്നത് അതിനകത്ത് തന്നെയാണ്. ഇവിടെ പറയുന്നുണ്ട് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ബിഗിൻ, എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്, അതിനകത്ത് തന്നെ എക്സെപ്ഷൻസ് വരും, പിന്നെ ആ ബിഗിൻ്റെ എൻഡ്. അതാണ് പറയുന്നത്. എക്സിക്യൂഷൻ സെക്ഷൻ സ്റ്റാർട്ട് വിത്ത് ബിഗിൻ കീവേഡ് ആൻഡ് എൻഡ് വിത്ത് എൻഡ് കീവേഡ് ആണ് വരുന്നത്. ഇറ്റ് ഈസ് എ മാൻഡേറ്ററി സെക്ഷൻ. ഡിക്ലറേഷൻ സെക്ഷൻ ഓപ്ഷണൽ ആയിരുന്നു, പക്ഷേ ഇത് മാൻഡേറ്ററി ആണ്. ഇറ്റ് ഈസ് യൂസ് ടു റൈറ്റ് പ്രോഗ്രാംസ് ലോജിക് കോഡ്. എക്സിക്യൂഷൻ സെക്ഷൻ must have one statement. Execution section must have one statement. അടുത്തതെന്ന് പറയുന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സെക്ഷനാണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സെക്ഷൻ എക്സെപ്ഷൻ കീവേഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം സെക്ഷനും ആ കീവേഡ് വെച്ചിട്ട്. ഡിക്ലറേഷൻ സെക്ഷൻ വെച്ചാൽ ഡിക്ലെയർ കീവേഡ് വെച്ചിട്ട്. എക്സിക്യൂഷനകത്ത് പക്ഷേ ബിഗിനും എൻഡും ആണുള്ളത്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ എക്സെപ്ഷൻ കീവേഡ് വെച്ചിട്ട്. അതൊരു ഓപ്ഷണൽ സെക്ഷനാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന എക്സെപ്ഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. യൂസ് ടു ഹാൻഡിൽ ദ എക്സെപ്ഷൻ ഒക്കേർഡ് ഇൻ എക്സിക്യൂഷൻ സെക്ഷൻ. എക്സിക്യൂഷൻ സെക്ഷനിൽ ഉണ്ടാകുന്ന എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡിക്ലറേഷൻ സെക്ഷൻ സ്റ്റാർട്ട് വിത്ത് ഡിക്ലെയർ കീവേഡ് ഇൻ വിച്ച് വേരിയബിൾ, കോൺസ്റ്റൻറ്റ്, റെക്കോർഡ്സ് ആൻഡ് കഴ്സേഴ്സ് ആർ ഡിക്ലെയർഡ്. It is basically consists of definition of PL-SQL identifiers. This part of the code is optional. അടുത്തത് എക്സിക്യൂഷൻ സെക്ഷൻ സ്റ്റാർട്ട് വിത്ത് ബിഗിൻ ആൻഡ് എൻഡ് വിത്ത് എൻഡ് കീവേഡ്. This is a mandatory section and here the program logic is written to perform any task like loop and conditional statement. It supports all DML commands, DDL command and SQL star plus built-in functions as well. Exception section start with exception keyword. This section is optional, which contains statements that are executed when
എ റൺ ടൈം എറർ ഒക്കേഴ്സ്. എനി എക്സെപ്ഷൻ ക്യാൻ ബി ഹാൻഡിൽഡ് ഇൻ ദി സെക്ഷൻ. 3 സെക്ഷനും പറഞ്ഞു. ഇനി നമുക്കൊരു ചെറിയ പ്രോഗ്രാം നോക്കാം. PL-SQL ഹലോ വേൾഡ് പ്രോഗ്രാം. ഫസ്റ്റ് ദ ഡിക്ലറേഷൻ സെക്ഷൻ. അവിടെ നമ്മൾ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനകത്തോട്ട് ഹലോ വേൾഡ് കൊടുത്തു. ഇത് ഔട്ട്പുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. DBMS ഔട്ട്പുട്ട് ഡോട്ട് പുട്ട് ലൈൻ. എന്നിട്ട് നമ്മൾ ആ മെസ്സേജിനകത്തായിരുന്നു ഹലോ വേൾഡ് ഉണ്ടായിരുന്നത്. എൻഡ് ചെയ്തു. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഹലോ വേൾഡ് വരും.